കേരള രാഷ്ട്രീയത്തിലെ എല്ലാ കാലത്തും ന്യൂനപക്ഷ വിഭാഗത്തെ പ്രീണിപ്പിക്കാനായി, അവരുടെ വോട്ട് ബാങ്ക് സ്വന്തമാക്കാനായി എല്ലാ പാർട്ടികളും അവരെ പ്രീണിപ്പിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചു നാളുകളായി പരിശോധിക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ളവർ ഒരു ഹിന്ദു പ്രീണനം നടത്തുന്നുണ്ടല്ലോ. അത് ഒരു ഹിന്ദു വോട്ട് ബാങ്ക് കേരളത്തിൽ രൂപപ്പെട്ടു. അതുകൊണ്ടാണോ ഈ പ്രീണനം തുടർച്ചയായി ഉണ്ടാകുന്നത്? പ്രീണന രാഷ്ട്രീയം കേരളത്തിൽ എല്ലാ കാലത്തും ഉണ്ട്. അതിൽ ഏത് പാർട്ടി എന്നുള്ളതില്ല. UDF ആണെങ്കിലും LDF ആണെങ്കിലും ഘടകകക്ഷികൾ മാറി മാറിയിട്ടും വരാറുണ്ട്. ആ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായിരുന്നു ഒരു ജില്ല തന്നെ കൊടുത്തത് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. 1982 കേരളത്തിൽ വലിയൊരു ഹിന്ദു സമ്മേളനം നടന്നു. വിശാല ഹിന്ദു സമ്മേളനം എന്നതിൻ്റെ പേര്. എറണാകുളം മഹാരാജാസ് ഹാളിലായിരുന്നു, ഗ്രൗണ്ടിൽ. ആ സമയത്ത് കേരളത്തിലെ എല്ലാ സമുദായ സംഘടനാ നേതാക്കന്മാരും അതിൽ ഒരുമിച്ച് വരാൻ തയ്യാറായി. സന്യാസി ശ്രേഷ്ഠന്മാർ മുഴുവൻ വന്നു. അതിന് തൊട്ട് മുമ്പ് ദില്ലിയിൽ വലിയൊരു വിരാട് ഹിന്ദു സമ്മേളനം നടത്തിയിരുന്നു. ആ വിരാട് ഹിന്ദു സമ്മേളനത്തിൽ അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന MP ആയിരുന്ന കാശ്മീർ രാജാവ് എന്ന് പറയുന്ന അദ്ദേഹം കൂടി ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേരളത്തിൽ വിശാല ഹിന്ദു സമ്മേളനം എന്നുള്ള ഒരു വലിയ പരിപാടി നടന്നത്. സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആൾക്കാരും ഏറ്റവും ഉന്നത വിഭാഗത്തിൽ കിടക്കുന്ന ആൾക്കാരും അതിൽ പങ്കെടുത്തു. ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്നുള്ളൊരു വലിയ മുദ്രാവാക്യമാണ് വലിയൊരു പാട്ട്. അന്ത്യജൻ അഗ്രജനില്ല ഇവിടെ, വർണ്ണം വർഗം അരുതിവിടെ എന്നെല്ലാം പറഞ്ഞിട്ടുള്ളതായിരുന്നു. സകലരും അമ്മയ്ക്ക് ഓമന മക്കൾ, ബന്ധുക്കൾ നാം ഒന്നാണ് എന്നുള്ള നിലയ്ക്ക്. അതിലാണ് എല്ലാ ഗൃഹങ്ങളിലും രാമായണം വായന വേണം. കർക്കിടക മാസത്തിൽ, കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കണം എന്നുള്ളൊരു ചിന്ത. ആ കാലത്ത് ഇതിനെ മുഴുവൻ എതിർത്ത ആൾക്കാരുണ്ട്. ഹിന്ദുക്കൾ ഒന്നായി വരുന്നതിന് എതിർത്ത്, ആ പ്രമേയങ്ങളെ മുഴുവൻ എതിർത്ത ആൾക്കാർ. അതിൻ്റെ ചെയർമാനായിരുന്ന അന്നത്തെ FSCTയുടെ ചെയർമാനായിരുന്ന വ്യക്തിയെ, അദ്ദേഹമായിരുന്നു ഈ വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ കള്ളക്കേസുകൾ, MKK നായർ, അദ്ദേഹത്തിൻ്റെ പേരിൽ കള്ളക്കേസുകൾ ചമഞ്ഞു. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നും ആ ഒരുമിച്ച് വരുന്ന ഹിന്ദുത്വത്തെ തകർക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. SNDP, NSSും പട്ടികജാതിക്കാരും എല്ലാവരും ഒരുമിച്ച് വന്നു ഒരു പരിപാടി. അതിൽ വെച്ചിട്ടാണ് സംപൂജ്യ സ്വാമി ചിന്മയാനന്ദജി അദ്ദേഹം ഹിന്ദു വോട്ട് ബാങ്ക് എന്നുള്ളൊരു സന്ദേശം മുമ്പോട്ട് വെച്ചത്. ഹിന്ദു വോട്ട് ബാങ്ക്, ബാക്കിയുള്ള ആൾക്കാരെ മുഴുവൻ ന്യൂനപക്ഷ പ്രീണനത്തിന് അവരെ വോട്ട് ബാങ്ക് ആണല്ലോ. അതിനുശേഷമാണ് ഹിന്ദു മുന്നണി അതേപോലത്തെ രാഷ്ട്രീയ രംഗത്ത് കൂടി കൈകാര്യം ചെയ്യത്തക്കുള്ള സംഘടനകളൊക്കെ ഉണ്ടായിത്തീർന്നത്. അതിനുശേഷം നടന്ന ഹിന്ദു മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ പേരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ധാരാളം വോട്ട് ശേഖരിക്കാൻ ഹിന്ദുക്കളുടെ ആ പാർട്ടിക്ക് സാധിച്ചു. പല സ്ഥലത്തും. തിരുവനന്തപുരത്ത് അപ്പോഴാണ് ലോകസഭയിലേക്ക് കേരളവർമ്മ രാജ്യം മത്സരിച്ചത്. അദ്ദേഹത്തിന് 1,10,000, അന്നത്തെ വോട്ടിൻ്റെ ശതമാനം 1,10,000 കെട്ടിവെച്ച പണം കിട്ടി. അതുവരെ ഇത്തരം പേരുകൾ മത്സരിക്കുന്ന ആൾക്കാർക്കും കെട്ടിവെച്ച പണം കിട്ടിയിരുന്നില്ല. അതിനുശേഷം നിയമസഭയിലേക്ക് പലർക്കും കെട്ടിവെച്ചണം കിട്ടിയെന്ന് മാത്രമല്ല, 2ാം സ്ഥാനത്തെത്താൻ ചില, അന്നത്തെ തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലത്തിൽ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്ത് തുച്ഛമായ വോട്ടിനാണ് പറ്റത്. കേരളം മുഴുവൻ അതേപോലത്തെ അനുഭവങ്ങളാണ്. അപ്പം ഹിന്ദുക്കൾ ഒരുമിച്ച് വന്ന് ഒന്നിച്ച് ആയിക്കഴിഞ്ഞാൽ മുന്നേറാൻ സാധിക്കും രാഷ്ട്രീയ രംഗത്തും എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു അന്നത്തെ ആ കാലഘട്ടം. ഇതിന് ശേഷം പല പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പല രംഗത്തും ഹിന്ദുക്കളുടെ നേരെ നടക്കുന്ന ഏത് വെല്ലുവിളിയെയും നേരിടാൻ വേണ്ടി തയ്യാറുള്ള ഒരു ഹിന്ദു സമൂഹം വളർന്നു. അത് മുഴുവൻ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോകുമോ എന്നുള്ളൊരു ഭയം UDFനും LDFനും എല്ലാവർക്കും ഉണ്ട്. അപ്പം ഹിന്ദു ഈ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുക, ചിന്തയെ പ്രീണിപ്പിക്കുക എന്നുള്ളൊരു മനോഭാവം ഉണ്ടാകാം. ഇവിടെ ഹിന്ദുക്കളെ ഏറ്റവും കൂടുതൽ വോട്ട് കൊടുക്കുന്നത് ഏത് പാർട്ടിക്കാണ്? ഇടതുപക്ഷത്തിനാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അതായത് നിന്ന് ഇടതുപക്ഷത്തിന്റെ പിടിയിൽ നിന്ന് ഹിന്ദുക്കൾ പുറത്തു വന്നതാണ് ഈ വോട്ട് ബാങ്ക് രൂപപ്പെടാൻ അതെ കാരണം. പുറത്തേക്ക് വരുന്നു. അപ്പം ഉയർന്നു വന്ന ഒന്നിച്ചു വരുന്ന ഈ വോട്ട് ബാങ്കിനെ മാറ്റാനുള്ള ശ്രമം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് പൊതുവെ ഉണ്ടാകും. കാരണം ഒരുമിച്ച് വരുന്ന ഒരു സംഗതിയാണ്. അതിന് ചില ആൾക്കാരെ അവർ കയ്യിലെടുക്കും, അത് സ്വാഭാവികമാണ്. ഏത് സമയത്തും ഹിന്ദു വോട്ട് ബാങ്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഒരുമിച്ച സമയത്ത് അതിന് തകർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ലേ? പണ്ടത്തെ ശബരിമല കുരിശു വെച്ചതിനെതിരായി നടന്ന വലിയൊരു സമരം, ആ സമരത്തെ തകർക്കാൻ വേണ്ടിയിട്ട് അന്ന് ഒരുമിച്ച് വന്ന സമൂഹത്തിൽപ്പെട്ട സമുദായ സംഘടനയിൽപ്പെട്ട ആൾക്കാർ അവസാന നിമിഷം കാലുവാരി സംഭവം ഉണ്ടായിട്ടുണ്ട്. കാലുവാരിപ്പിച്ച സംഭവം, ചിലതെല്ലാം എറിഞ്ഞു കൊടുത്തു അവർക്ക്. പക്ഷെ അവർ പിന്നീട് അതിൽ നിന്ന് തിരിച്ചു വന്ന് തകർന്നു പോയി എന്നുള്ളത് വേറെ കാര്യം. ഈ നിലയ്ക്ക് ഹിന്ദുക്കളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആ ഹിന്ദു വോട്ട് ബാങ്കിനെ ഉപയോഗിക്കാനല്ല, നേരെ മറിച്ച് ഇതിൽ ഭിന്നത ഉണ്ടാക്കി ഇതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷമോ ശ്രമിക്കാറുണ്ട്. ഇതാണ്. നേരെ മറിച്ച് UDF അതിനേക്കാൾ ഉപരി അവർക്ക് ന്യൂനപക്ഷ പ്രീണനമാണ് അവർ ആഗ്രഹിക്കുന്നത്. രണ്ടു കൂട്ടരും പ്രീണിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് കാരണം ഇവിടെ ഹിന്ദു പഴയതുപോലെയല്ല. ഹിന്ദു നിരാശരാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് തെറ്റാ. ഹിന്ദു എന്ന ആശയുണ്ട്, നിരാശയല്ല. ഹിന്ദുവിന് ആശയുണ്ട്, ഞങ്ങൾക്ക് ഉയർന്നു വരാൻ സാധിക്കും. ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നു എന്ന് ഹിന്ദു മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ആ ചരിത്രം അവർ പഠിക്കുന്നുണ്ട്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ യഥാർത്ഥ ചരിത്രത്തെ പഠിക്കുന്നു. ആ പഠിക്കുന്ന സമയത്ത് എന്താണ് ഹിന്ദു എന്നുള്ളതും, ഇത് വെറും ഒരു മതമല്ല, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വിരാട ശക്തിയായി മാറാൻ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്ന സമയത്ത് ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കും. ആ ഒറ്റക്കെട്ടായി വരുന്ന സമൂഹത്തെ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ന് ഇടതുപക്ഷം റിസർച്ച് ചെയ്യുന്നത്. അങ്ങനെ അതിനെങ്ങനെ വോട്ടാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതും കൂടിയിട്ടാണ്. ഹിന്ദു ആ നിലയ്ക്ക് ചിന്തിക്കുന്ന ഹിന്ദു, എനിക്ക് തോന്നുന്നില്ല അവരെ പിന്നാലെ പോകുന്നുള്ളത്. ആരെങ്കിലും ചില ആൾക്കാരെയൊക്കെ അപ്പകഷ്ണം കൊടുത്തിട്ട് പിടിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ ഒന്നിച്ചു വന്ന ഹിന്ദുവിനെ, ശക്തി ആർജിച്ച ഹിന്ദുവിനെ അതിലെല്ലാവരും പെടും. ആ ഹിന്ദുവിൽ ഗോപാൽജി തന്നെ പറയുകയാണ്, മുൻപ് അങ്ങനെ ഒന്നിക്കുമ്പോൾ അവിടെ വിഭാഗീയത ഉണ്ടാക്കി പിളർത്തുന്നു എന്ന്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒന്നിച്ചെങ്കിൽ അത് ആ പഴയ ചരിത്രം തന്നെ ആവർത്തിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്ന് നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുപോയത്. ഇന്ന് നേതാക്കന്മാരല്ല ഒന്നിച്ചു വരുന്നത്. നിങ്ങൾ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടാവും, ഓരോ ആൾക്കാർക്ക് വേണ്ടി വക്കാലത്ത് പറയുന്ന സമുദായ സംഘടന നേതാക്കന്മാരെ. പക്ഷേ ആ സമുദായത്തിൽ നിന്ന് ആൾക്കാർ ഒരുമിച്ച് ഹിന്ദുവാണെന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെയാണ് കാര്യം. ഹിന്ദു രാഷ്ട്രീയക്കാരും ചിന്തിക്കണം, ഹിന്ദു സംഘടനാ പ്രവർത്തനം നടക്കുന്ന ആൾക്കാരും ചിന്തിക്കണം. നേതാക്കന്മാരെ ആശ്രയിച്ചുകൊണ്ടാകരുത്, നേരെ മറിച്ച് ആ സമൂഹത്തിലുള്ള, ആ സമുദായത്തിലുള്ള സാധാരണക്കാരെ ആശ്രയിച്ചുകൊണ്ടായിരിക്കണം ശക്തി സംഭരിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിയാൽ ആ ശക്തിയെ തകർക്കാൻ ഒരു സമുദായ സംഘടന നേതാവിനും സാധിക്കില്ല. ഇവരെല്ലാവരും ആ നേതാക്കന്മാരെ പോയിട്ടാണല്ലോ പിടിക്കുന്നത്. അവരെ കൊണ്ടാണല്ലോ അവർ മാധ്യമങ്ങളിൽ പ്രസ്താവന കൊടുപ്പിക്കുന്നത്. അവരെ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഈ ഹിന്ദു മുന്നേറ്റത്തിന് തടയിടാൻ ശ്രമിക്കുന്നത്. അപ്പം ബുദ്ധിയുള്ള, വിവരമുള്ള, വിഷമങ്ങൾ അനുഭവിക്കുന്ന സാധാരണക്കാരുള്ള സമുദായത്തിലെ അംഗങ്ങൾ, സമുദായത്തിലെ വ്യക്തികൾ അവരൊരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിനെ തകർക്കാൻ നേതാക്കന്മാർക്ക് സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഹിന്ദു വോട്ട് ബാങ്ക്. സ്വാഭാവികമായും ആ ചിന്തിക്കുന്ന വിഭാഗം ഒന്നിച്ചു ചേർന്നുകൊണ്ട് ആ ഹിന്ദുവിലെ രാഷ്ട്രസ്നേഹികളായിട്ടുള്ള ആളുകളെല്ലാവരും ഉണ്ടാവും. മുസ്ലിങ്ങളുണ്ടാവും, ക്രിസ്ത്യാനികളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണല്ലോ യഥാർത്ഥ ഹിന്ദു. അതൊരു മതത്തിൻ്റെ പേരിലല്ലല്ലോ, ഹിന്ദു ധർമ്മമാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് ഭാരതത്തെ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ടാണ് ആ ഹിന്ദുസ്ഥാനം ഒരു മതത്തിന് പ്രതിനിധാനത്തിനുള്ള ഹിന്ദുസ്ഥാൻ നേരത്തെയുണ്ട്, ബ്രിട്ടീഷുകാരൻ ഭരിക്കുന്നതിൻ്റെ മുമ്പുണ്ട്, അതിന് ശേഷമുണ്ട്, ഇന്നുമുണ്ട്. അതുകൊണ്ട് ഇത് ഹിന്ദു രാഷ്ട്രമാണെന്ന് പലരും പറയാൻ കാരണം കൂടി അതാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ശക്തി ആണ് വളർന്നു വരുന്നത്. അതിനെ മറ്റുള്ള ആൾക്കാർക്ക് ആ വോട്ട് ബാങ്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല.
യഥാർത്ഥ രാഷ്ട്രഭക്തന്മാരുള്ള ആൾക്കാരെക്കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കും ഈ ഹിന്ദു ശക്തി. അതാണ് യഥാർത്ഥ ഹിന്ദു വോട്ട് ബാങ്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.